ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് പുതിയ മാജിക് 22 പ്രാക്ടീസിലേക്ക് പോവുകയാണ് നമ്മൾ. ഇന്ന് ബിലീവ് യുവർ വെരി ഐസ് എന്നുള്ളൊരു പ്രാക്ടീസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പേപ്പറിൽ ഓൾറെഡി നിങ്ങൾ മാജിക് 1 പ്രാക്ടീസ് ചെയ്തവർക്ക് അറിയാം, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് അല്ലേ. ബ്ലെസ്സിങ്സ് എല്ലാവരും എഴുതാറില്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഏത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രഭാത കാര്യങ്ങൾ കഴിഞ്ഞാൽ ടേക്ക് യുവർ ബുക്ക് ഓപ്പൺ ആൻഡ് താങ്ക് യു യൂണിവേഴ്സ്. ഇന്ന് ഞാൻ എക്സിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ഒരുപാട് നന്ദി, താങ്ക് യു എല്ലാത്തിനും താങ്ക് യു പറയുക. അതിനുശേഷം ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതുക. അതിനുശേഷമാണ് നിങ്ങൾ ഈ പ്രാക്ടീസസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പേപ്പർ എടുത്തിട്ട് 10 നിങ്ങൾക്ക് വേണ്ട ഗോൾസ് എല്ലാം എഴുതുക. എന്നിട്ട് അത് പോക്കറ്റിൽ വയ്ക്കുക. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ ആ പോക്കറ്റിൽ നിന്ന് ആ പേപ്പർ എടുത്ത് ഓരോന്നും വായിച്ച് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എനിക്ക് അത് നിങ്ങൾക്ക് നടന്ന രീതിയിൽ, ലൈക്ക് ഓൾറെഡി നടന്നു കഴിഞ്ഞു, നടക്കാൻ പോകേണ്ട കാര്യമായിരിക്കാം, പക്ഷെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ രീതിയിലുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പറയാം. താങ്ക് യു എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോ സമയം ഓർക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ പോക്കറ്റിൽ വെക്കുമ്പോൾ, പോക്കറ്റിൽ കൈയൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ അപ്പോൾ പേപ്പർ എടുക്കുക, ഓരോ ഗ്രാറ്റിറ്റ്യൂഡ് വായിച്ച് നിങ്ങളുടെ ഓരോ വിഷസ് വായിക്കുക. താങ്ക് യു അങ്ങനെ ഓരോന്നിനും താങ്ക് യു ലഭിച്ചത് ഒരുപാട് നന്ദി യൂണിവേഴ്സ്, താങ്ക് യു എന്ന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിൽ അർപ്പിക്കുക. അതാണ് ഇന്നത്തെ പ്രാക്ടീസ്. കാരണം നിങ്ങൾ ഓരോ പ്രാവശ്യവും അത് നോക്കുകയാണ് അല്ലേ, കണ്ണിലൂടെ കാണുകയാണ്. നിങ്ങൾ നടന്ന രീതിയിലാണ് നിങ്ങളത് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് അല്ലേ. നടക്കാൻ പോകുന്ന കാര്യമായിരിക്കും, പക്ഷെ ഓൾറെഡി നടന്നു കഴിഞ്ഞ രീതിയിൽ നമ്മൾ എഴുതുക. യൂണിവേഴ്സ്, എനിക്ക് ഈ കാർ ലഭിച്ചത് ഒരുപാട് നന്ദി, താങ്ക് യു സോ മച്ച്. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോഴാണ് ആ കാർ നിങ്ങളുടെ ഗാരേജ് വന്ന് കെടുക്കുകയുള്ളൂ. മനസ്സിലായോ? അങ്ങനെ നിങ്ങളുടെ ഓരോ 10 വിഷസ് എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ പോക്കറ്റിലോ അല്ലെങ്കിൽ വാലറ്റിലോ വെക്കുക. മീൻസ് ലേഡീസ് ആണെങ്കിൽ നിങ്ങളുടെ ബാഗിലോ അല്ലെങ്കിൽ പേഴ്സിലോ വെക്കുക, ആണുങ്ങളാണെങ്കിൽ പോക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ വെക്കുക. ഓരോ പ്രാവശ്യം ഇത് കാണുമ്പോൾ അത് എടുത്ത് നിങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഇരിക്കുന്ന ടൈമിൽ ടേക്ക് ദിസ് പേപ്പർ ആൻഡ് റീഡ് ഔട്ട്, ഉറക്കെ വായിക്കുക. മീൻസ് ഇപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വോയിസിൽ വായിച്ചിട്ട് താങ്ക് യു അങ്ങനെ ഓരോ വിഷസ് വായിച്ച് താങ്ക് യു. ഇങ്ങനെയാണ് റോണ്ട ബെയർ ചെയ്തു തരുന്നത്. റോണ്ട ബെയറാണ് നമ്മുടെ ഈ ഒരു മാജിക് ബുക്കിൻ്റെ ഓതർ. അവരുടെ ലൈഫിൽ അനുഭവിച്ച ഓരോ കാര്യങ്ങളാണ് അവർ ഈ ബുക്ക് ആക്കിയിട്ട് വെച്ചത്. കാരണം അവർ സോൾ പർപ്പസ് എന്നായിരുന്നത് 1 മില്യൺ ആളിലേക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ അവരുടെ എല്ലാവരും ലൈഫ് ചേഞ്ച് ആകണമെന്നായിരുന്നു അവരുടെ വിഷ് ഉണ്ടായിരുന്നത്. ശരിക്കും അതുപോലെ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾക്കാണ് ഈ ഒരു പ്രാക്ടീസസ് എത്തിയിട്ടുള്ളത്. കാരണം അവർ ബുക്ക് ഇറക്കി അതിൽ ഒരുപാട് പ്രാക്ടീസസ് ചെയ്തു. മോട്ടിവേറ്റേഴ്സ് എല്ലാവരും മാജിക് പ്രാക്ടീസിനെ കുറിച്ച് ചെയ്യാറുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ കോച്ചേഴ്സ് എല്ലാവരും ഇത് സ്പ്രെഡ് ചെയ്യുമ്പം 1 ലക്ഷത്തിനേക്കാളും കൂടുതൽ ആളുകളിലേക്കാണ് ഇത് എത്തുന്നത്. ശരിക്കും ഇത് നമ്മൾ ഒരാളുടെ ലൈഫിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത്രയും ബ്ലെസ്സിങ്സ് ആണ് നമ്മളിലേക്ക് വരിക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിൽ നടന്ന ഓരോ ഇൻസിഡൻസ് ആണ് അവർ മാജിക് പ്രാക്ടീസസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. റോണ്ടയുടെ മകളുടെ പേഴ്സ് മിസ്സായി പോയിട്ട് അതിൽ നമ്പറോ ഇവർ കോൺടാക്ട് ചെയ്യേണ്ട ഒരു കാര്യമേ അതിലില്ല. പക്ഷേ വീട്ടിലേക്ക് എത്തിയപ്പോൾ പേഴ്സ് കാണാനില്ല. പക്ഷെ റോണ്ട എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സ്, എനിക്ക് എൻ്റെ പേഴ്സ് ലഭിച്ചത് ഒരുപാട് നന്ദി, താങ്ക് യു എന്ന പ്രാക്ടീസ് ചെയ്ത് അവർ ലെറ്റ് ഗോ ചെയ്ത് അവരുടെ കാര്യത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു ടെലിഫോൺ നമ്പർ വരെയാണ് നിങ്ങളുടെ ഡോട്ടറുടെ പേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരു സ്ട്രേഞ്ചറാണ്, ആ സ്ട്രേഞ്ചർക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ കോൺടാക്ട് ചെയ്തു. അവരുടെ പോസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്നെ അറിയുമോ ചോദിച്ചപ്പോൾ എനിക്കറിയാം, അതൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെ കണ്ടു, അവർക്കത് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഇൻറ്റ്യൂഷൻ വന്നു. ബിക്കോസ് അതാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് അവർ വീട്ടിലേക്ക് ആ പേഴ്സ് എത്തുകയാണ് ചെയ്യുന്നത് ഫ്രം എ സ്ട്രേഞ്ചർ. അതാ പറയുന്നത്. അപ്പോൾ അവർക്കത് ചെയ്യാതിരിക്കാം അല്ലേ, ആരും നോക്കില്ല. പക്ഷെ അതാണ് നമ്മൾ മാജിക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വൈബ്രേഷൻസ് നമുക്ക് കൂടെ ഉണ്ടായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അത് എപ്പോഴും ബ്ലെസ്സിങ്സ് തന്നുകൊണ്ടിരിക്കും. ഞാൻ ഈ മാജിക് പ്രാക്ടീസ് ചെയ്തപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് വന്നു. ആദ്യമൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി, ഇതൊക്കെ നടക്കുമോ എന്നുള്ളൊരു എല്ലാവരെ പോലെ സാധാരണ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നു. ഒരു സമയത്ത് എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത സമയത്ത് ഞാനിങ്ങനെ ഗുരുവായൂർ ടെമ്പിളിലേക്ക് പോയി മെഡിറ്റേഷൻ ചെയ്തിട്ട് വരുന്നൊരു പ്രാക്ടീസ് ഉണ്ട്. അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല കേട്ടോ, 1 രൂപ പോലും. എനിക്ക് നടന്ന് പോകേണ്ട ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് എനിക്കൊരു ബസ്സിൽ പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ATM പോയി എടുക്കണം എന്തൊക്കെ ചിന്തിക്കുകയായിരുന്നു. എൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ല, ATM ഉണ്ട്, അത് ഞാൻ അവിടെ പോയി എടുക്കണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത്, ഞാൻ നടന്നു പോകുന്ന സമയത്ത് ഞാനൊരു പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. മാജിക്കിൻ്റെ അത്ഭുതങ്ങളാണ് പറയുന്നത് കേട്ടോ.
നടന്നു പോയ സമയത്ത് അത്രയും തിരക്കുള്ള ഗുരുവായൂർ ഏരിയയിൽ ഒരുപാട് ആളുകളും വണ്ടികളുള്ള സമയത്ത് എൻ്റെ ഫ്രണ്ടിലൂടെ 100 രൂപ ഇങ്ങനെ പറക്കുക, ആരും കാണുന്നില്ല. ഞാനിങ്ങനെ നോക്കിയല്ല, ആരും ഈ പൈസ കാണുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എനിക്കുള്ള എമൗണ്ടാണ്. ഞാനത് എടുത്തു, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞു. തിരിച്ച് അമ്പലത്തിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ അവിടെ എത്തുമ്പോൾ ഒരാൾ ബാക്കിൽ നിന്ന് വിളിക്കുന്നു, ചേച്ചിയുടെ ബാഗിൽ നിന്ന് പൈസ പോയി, ഇത് അഗെയിൻ അടുത്ത 100 രൂപ. ആ 100 രൂപ ഞാനത് കുറച്ച് യൂണിവേഴ്സിന് ഇട്ടു, ബാക്കി ഞാൻ കയ്യിൽ വെച്ചു. എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ പോന്നു. എഗെയിൻ എന്നെ ബാക്കിൽ നിന്ന് വിളിക്കുന്നു, ചേച്ചിയുടെ ബാഗിൽ നിന്നായിരിക്കും പൈസ പോയിട്ടുണ്ടാവുക, 100 രൂപ എഗെയിൻ എൻ്റെ കയ്യിൽ കൊണ്ടുതരും. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല. ഇല്ല, ചേച്ചിയുടെ അവിടെ തന്നെയായിരിക്കും, വേറെ ആരും ഇവിടെ പോയിട്ടില്ല. എന്നാലും ആ ഒരു കുട്ടി എൻ്റെ കയ്യിലേക്ക് തരികയാണ്. എൻ്റെ കയ്യിൽ ഇല്ല പൈസ. ആ ഒരു പൈസ കിട്ടിയത് ഞാൻ അവിടെ ഗുരുവായൂരപ്പർ കാണിക്ക് പോയിട്ടും ചെയ്തു, പിന്നെ കുറച്ച് കാര്യങ്ങൾ വാങ്ങുകയും ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല പിന്നെ. അപ്പോൾ എനിക്ക് കൊണ്ടുതരികയാണ്. അതാണ് പറയുന്നത് മാജിക് പ്രാക്ടീസ്, മണി മാജിക് ആണത്. മണിയുടെ പ്രാക്ടീസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരുപാട് ഇങ്ങനത്തെ എനിക്ക് അത് സത്യത്തിൽ ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് ഒരാൾ പോലും പൈസ പറക്കുന്നത് കാണുന്നില്ല. അതാണ് ഏറ്റവും അത്ഭുതം. അതെനിക്ക് ശരിക്കും ബ്ലെസ്സിങ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, ഒരുപാട് താങ്ക്സ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ എനിക്ക് പിന്നെയും ഇതുപോലെ എൻ്റെ പൈസ കയ്യിലില്ലാത്തൊരു അവസരത്തിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം യൂണിവേഴ്സ് എങ്ങനെയാണ്, യൂണിവേഴ്സിൻ്റെ ആ ഒരു നന്മകൾ ഷെയർ ചെയ്യുന്ന വ്യക്തികൾ ഒരിക്കലും താഴ്ത്തില്ല. ചലഞ്ചസ് തരും, അത് നമ്മളെ വളർത്താനാണ്, ഒരിക്കൽ പോലും നമ്മളെ ഡൗൺ ആക്കില്ല. ശരിക്കും എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ ആ ഒരു കോരിത്തരും. കാരണം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് വന്നത്. അങ്ങനെ ഞാൻ മൂഡ് വിളിച്ച് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്നപ്പോൾ അത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ്. അതായത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ്. നമുക്ക് പറയാം വേറെ ആരുടെയും പോക്കറ്റിൽ നിന്ന് വീണ് പോയതായിരിക്കാം. അങ്ങനെ പൈസ പോകുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം, അത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇതൊക്കെ, ഒന്നും നഷ്ടപ്പെടുന്നില്ല ഈ ഭൂമിയിൽ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ മാജിക് പ്രാക്ടീസസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ബ്ലെസ്സിങ്സ് ആണ് വരിക. ആദ്യം ട്രസ്റ്റാണ് വേണ്ടത്. എൻ്റെ മാമിനോട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ചില സ്റ്റുഡൻസ് ഇതൊന്നും വിശ്വാസമില്ലാത്തവർ, ഇതിപ്പോൾ എങ്ങനെ നടക്കാൻ. അപ്പോൾ മാം പറയും, കാരണം മാം ഓൾറെഡി സബ് കോൺഷ്യസ്ലി ഇതൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുമായി സംസാരിക്കാൻ നിങ്ങളത് സംസാരിക്കേണ്ട. ബിക്കോസ് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് എനർജീസ് കേട്ടാൽ എനിക്ക് താല്പര്യമേ ഇല്ല. കാരണം സബ് കോൺഷ്യസിലേക്ക് ഇങ്ങനത്തെ നെഗറ്റിവിറ്റി കയറ്റി കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലെസ്സിങ്സ് അത് കുറയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഹസ്ബൻഡിന് ചിലപ്പോൾ വിശ്വാസം ഉണ്ടായിരിക്കില്ല, അപ്പോൾ അവരോട് പറയണ്ട. നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുമ്പോഴാണ് അവർ വരിക. ഇപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങളായിട്ട് ലൈഫിൽ ചേഞ്ചസ് വരുമ്പോൾ പാരൻസിനാണെങ്കിലും അവർക്കും ചേഞ്ചസ് വന്നു തുടങ്ങി. അവർക്കും ഇതുപോലെ പ്രാക്ടീസസ് പറയുമ്പോഴൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അച്ഛനൊരു പ്രാവശ്യം ലോട്ടറി അടിച്ചിട്ടുണ്ട്. അന്ന് നല്ല മഴയായിരുന്നു, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെള്ളം റോട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ബോട്ട് ടെക്നിക്ക് ചെയ്യാം. ബോട്ടിൽ നമ്മുടെ ലോട്ടറി പപ്പ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിച്ചതിന് ഒരുപാട് നന്ദി യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഞാൻ അത് ലീവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എൻ്റെ സ്റ്റഡീസിൻ്റെ കാര്യം അങ്ങനെ ഇട്ടു. അപ്പോൾ ഇത് കിട്ടും. അവിടെ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അന്ന് 6000 രൂപ ലോട്ടറി അടിക്കുക ചെയ്തു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ദിസ് ഇസ് എ മാജിക്. ഇതാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുമ്പോഴും അത് നടക്കുകയാണ് ചെയ്യുക. സോ ഇത് മണീനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെങ്കിൽ പോലും ഇത് വേണ്ടവർ, ഇത് ഈ ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ പറയാൻ തോന്നിയിട്ടുണ്ടായിരിക്കാം. സോ ഈ ഒരു പ്രാക്ടീസസ് നിങ്ങൾ നല്ല ട്രസ്റ്റോടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. എൻ്റെ മാം 3 കൊല്ലമായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ പ്രാക്ടീസസ് മോട്ടിവേഷൻ കോച്ചായിട്ട് ഒട്ടും എന്താ പറയുക, അച്ഛൻ ഒരു ഫാമിലി വളരെ ലോ ഫാമിലിയാണ്. ഓട്ടോറിക്ഷയ്ക്ക് ഓടിക്കുന്ന അച്ഛനും അങ്ങനെയൊക്കെയാണ്. വളരെ സാമ്പത്തികം കുറഞ്ഞ ഫാമിലിയിൽ നിന്നാണ് ഇന്ന് മാം BMW വരെ സ്വന്തമാക്കി. അവരുടെ എന്തൊക്കെ ഡ്രീംസ് ഉണ്ടോ 3 കൊല്ലം കൊണ്ട് മാമിൻ്റെ എല്ലാ ഡ്രീംസും സ്വന്തമാക്കിയിട്ടുണ്ട്. UK പോയി, ദുബായിൽ മാമിൻ്റെ ബർത്ത്ഡേക്ക് ഇപ്പോൾ അവിടെ ആഘോഷിക്കും. പറയും സാധാരണ വീട്ടിൽ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഒരുപാട് പേർക്ക് വിസ്ഡംസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് സെറ്റാക്കി. അതാണ് പറയുന്നത്, സബ് കോൺഷ്യസ് ഹീലിംഗ് ഞാൻ വെച്ചതും അതിനുകൊണ്ടാണ്. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻസ് നടക്കും. ബിക്കോസ് നിങ്ങൾ മണി അലൈൻമെൻറ്റിലേക്ക് എത്തും. അലൈൻമെൻറ്റ്. ഓക്കെ, സോ ഈ പ്രാക്ടീസസ് എല്ലാവരും ചെയ്യുക. നിങ്ങൾക്ക് അലൈൻമെൻറ്റിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ട്രസ്റ്റ് ഓൾ വി നീഡ്. ഓക്കെ, സോ ഇന്നത്തെ പ്രാക്ടീസ് അറിയാലോ. നിങ്ങളുടെ കണ്ണിലെ കാണുന്ന പേപ്പറിൽ 10 ഗോൾസ് എഴുതുക. ഓരോന്നും നിങ്ങൾ കണ്ടുകൊണ്ട് വായിച്ച് ഓരോന്നിനും താങ്ക് യു അങ്ങനെ നിങ്ങൾ 10 പ്രാവശ്യം പറയും. ചുമ്മാ പറയല്ല, ഫീൽ ചെയ്ത് പറയുക. വേഗം തന്നെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടന്ന് കഴിഞ്ഞു. ഓക്കെ, സോ അതാണ് ഇന്നത്തെ പ്രാക്ടീസ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യുക. ആദ്യത്തെ 1 to 10 വരെ 12 വരെയുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതിന് നന്ദി പറയുന്നതാണ്. പിന്നത്തെ പ്രാക്ടീസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി പ്രസൻറ്റ് ലൈഫിൽ ഉള്ളതിന് നന്ദി പറയുക. ആൻഡ് നെക്സ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ആഫ്റ്റർ 20ക്ക് ശേഷമുള്ളത് എന്താണ്, നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി നന്ദി പറയുന്നത്. അങ്ങനെയാണ് ഈ മാജിക് പ്രാക്ടീസ് 28ന് 3 തരത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ആയിട്ട്.
ഓക്കെ. അപ്പോൾ ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേര് പാസ്റ്റ് നടന്നു പോയ കാലത്ത് നന്ദി പറയാത്തവരുണ്ട്, ഇപ്പോഴത്തെ മൊമെൻറ്റ് നന്ദി പറയാത്തവരുണ്ട്. എല്ലാവരും ഫ്യൂച്ചർ നോക്കിയിരിക്കണം. അപ്പോൾ ആദ്യം പാസ്റ്റും പ്രസൻറ്റും നന്ദി പറയും. ഇപ്പോൾ ഹെൽത്തിൻ്റെ ഒരു മാജിക് പ്രാക്ടീസസ് ഉണ്ടായിരുന്നില്ലേ, പാസ്റ്റിൽ നിങ്ങൾക്ക് ഹെൽത്ത് കണ്ടീഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും നന്ദി പറഞ്ഞു പോകാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ഹെൽത്ത് ബ്ലെസ്സിങ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓൾവേസ് ചേഞ്ച് ദാറ്റ് വേർഡ് ബ്ലെസ്സിങ്സ് എന്നാക്കണം. ഒരു ഇഷ്യൂ എന്നോ പ്രോബ്ലംസ് ഒന്നും പറയാത്ത ക്യാൻസൽ അതാണ് അഫോർമേഷൻ ആയിട്ട് വരിക. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന മക്കൾ എല്ലാവരും ബ്ലെസ്സിങ്സ്, ഹെൽത്ത് ബ്ലെസ്സിങ്സ്, വെൽത്ത് ബ്ലെസ്സിങ്സ്, റിലേഷൻഷിപ്പ് ബ്ലെസ്സിങ്സ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ മാജിക്കലി ചേഞ്ച് ആവും. ഓക്കെ. ഇത് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യം, ഞാൻ മാറിയപ്പോൾ എൻ്റെ വീട്ടിലത്തെ എല്ലാ വൈബ്രേഷൻസും മാറി. ഭയങ്കര ഹാപ്പി, ടച്ച് ഔട്ട് നല്ല രീതിയിലാണ് പോകുന്നത്. കാർമിക്സ് എനർജി ഉണ്ടെങ്കിലും അവർ സോൾമേറ്റിലേക്ക് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്തത്. ഓക്കെ. സോ താങ്ക് യു. സോ എല്ലാവരും ഈ പ്രാക്ടീസസ് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 2025 ആവാനുണ്ട്. മാക്സിമം നിങ്ങൾ ബാലൻസിലേക്ക് വരിക. കാരണം നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് ബാലൻസ് ഇല്ലാത്തവർക്ക് ഒരിക്കലും അബണ്ടൻസ് അനുഭവിക്കാൻ സാധിക്കില്ല. 2025 = അബണ്ടൻസ് ആണ്. അബണ്ടൻസ് പറയണമെങ്കിൽ യു ഷുഡ് ബി ഇൻ ബാലൻസ്. വേണ്ടാത്ത കാർമിക് അക്കൗണ്ട്സ് ഒക്കെ റിലീസ് ചെയ്ത് കളയണം. ഓക്കെ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് 2025 കുറിച്ചുള്ള ഒരു പ്രിഡിക്ഷൻസ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ എല്ലാവരും നന്നായി മാജിക് പ്രാക്ടീസസ് ചെയ്യുക. എപ്പോഴും വെറുതെ ഇരിക്കും താങ്ക് യു. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്. വീട്ടിൽ നടക്കുമ്പോൾ തന്നെ ഓഫീസിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ബസ് സ്റ്റോപ്പിലേക്ക് അല്ലെങ്കിൽ കാറിലേക്കൊക്കെ പോകുമ്പോൾ ഡിസ്റ്റൻസ് എടുക്കുക, താങ്ക് യു പറഞ്ഞ് നടക്കുക. വെറുതെ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാതെ നമ്മുടെ ലൈഫിൽ നന്ദി പറയുമ്പോൾ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരും. ഇപ്പോൾ മിന്നാന്ന് സബ് കോൺഷ്യസ് ഹീലിങ്ങിൽ വന്ന ഒരു സ്റ്റുഡൻറ്റിന് ചിട്ടിയാണ്, അതൊരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ചിട്ടി അടിച്ചു. അപ്പോൾ പറഞ്ഞു മണി ചെക്ക് ചെയ്തപ്പോഴാണ് ചിട്ടി അടിച്ചത് തോന്നുന്നു. കാരണം ഇത്ര നാളും എനിക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവരത് ട്രസ്റ്റ് ചെയ്തു. മണി ചെക്ക് വളരെ എഫക്റ്റീവാണ്. എനിക്ക് ഞാൻ പറഞ്ഞാണ് കുറേ പ്രാവശ്യം ഞാൻ പറയുന്നത്, എനിക്ക് 2 ലക്ഷം എഴുതി 2,60,000 രൂപയാണ് എനിക്ക് മണി ചെക്ക് വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ ലഭിച്ചത്. അത് വലിയൊരു മാജിക് ആൻഡ് മിറാക്കിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ നേടണമെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻസ് നിങ്ങൾ ഉയർത്തണം. അല്ലാതെ കുറേ പൂജ്യം കർമ്മം ചെയ്തതുകൊണ്ട് ഒന്നും മാറില്ല. സെൽഫ് വർക്ക് ചെയ്യണം. ഈ സെൽഫ് വർക്കാണ് ഈ മാജിക് പ്രാക്ടീസസിനൊക്കെ. ഓക്കെ. സോ താങ്ക് യു. വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഇപ്പോൾ നാളെ മാജിക് 23 ആയിട്ട് നമുക്ക് വരുന്നതാണ്. ഇനി 23 ആയി ഇനി ഒരു 5 ദിവസത്തെ പ്രാക്ടീസസും കഴിഞ്ഞ് കഴിഞ്ഞാൽ മാജിക് 28 ഡേ കംപ്ലീറ്റഡ് ആവും കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇൻഫോർമേഷൻസും വിസ്റ്റംസും ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുള്ളവർക്ക് അത് കേൾക്കാനും പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് കേൾക്കുന്നവർ നിങ്ങൾ താഴെ താങ്ക് യു എന്ന് പറയുക. അത് താങ്ക് യു ഓരോരുത്തരും ആ ഒരു മെസ്സേജസ് കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഒരുപാട് ലഭിക്കുകയാണ് ചെയ്യുക. നെഗറ്റീവ് കമൻറ്റ്സ് ഇടാതിരിക്കുക. നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത് കൊണ്ട് എനിക്ക് ഒരു മോശം അല്ലെങ്കിൽ എനിക്കൊന്നും അഫക്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് തന്നെയാണ് ഓരോ പ്രാവശ്യം ഓരോരുത്തരും റീഡ് ചെയ്യുമ്പോൾ ആ ഒരു വൈബ്രേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്ത് വൈബ്രേഷനാണോ എനിക്ക് വേണ്ടതെന്ന്. ഓക്കെ. സോ താങ്ക് യു.